അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു Q&A ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ലൈവിൽ പറഞ്ഞത് ഇന്നലെ പോസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ സത്യം പറഞ്ഞാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നും പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്ര വൈകി പോയത് നമ്മുടെ വീഡിയോ. അപ്പോൾ അതിലോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വൈകി കഴിഞ്ഞാൽ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചു തുടങ്ങും. അവർ ലൈവിൽ തന്നെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ Q&A ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയില്ല. ആകെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടിയത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആദ്യം പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ വേറെ ഒന്നല്ല, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്നാൽ നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലോജിക്ക് ഉണ്ട് അതിനുള്ളിൽ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ നമുക്ക് പറയാം. മാരേജ് എന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഫാമിലികൾ തമ്മിൽ ഭയങ്കര ഇഷ്യൂസ് അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇഷ്യൂസൊക്കെ മാറി പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരേപോലെ ഒത്തുചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യം കേട്ടോ. നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷെ ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നത്തെ ക്വസ്റ്റ്യന് ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്. അങ്ങനെ എനിക്ക് ഒരുപാട് അങ്ങനെ പോകണം എന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ചെറിയൊരു ആഗ്രഹം തോന്നുന്നു ഊട്ടി പോകണം ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ചേച്ചിയുടെ ചൈൽഡ്ഹുഡ് ക്രഷ്, അത് വേറെ ആരുമല്ല, നമ്മളെ 8-ലാണോ 7-ലാണോ 8-8 9 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിനിങ് ആയിട്ട് സാർമാരും ടീച്ചേഴ്സൊക്കെ വരാറുണ്ട്. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സാറിനോട് തോന്നില്ല. ആ സാറിൻ്റെ പേര് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ പേര് തന്നെയാണ് ആ സാറിൻ്റെ പേര് കേട്ടോ. അപ്പം എടുത്ത് പറയുന്നില്ല. അപ്പോൾ ആ ആളുടെ പേര് തന്നെയാണ് സാറിൻ്റെ പേരും. പിന്നെ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ്. മീൻ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ അങ്ങനെ എന്നോട് ആദ്യം പറഞ്ഞ ഏട്ടൻ മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൽ എൻ്റെതായ രീതിയിൽ ഞാൻ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഏട്ടന് മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. തമാശയ്ക്ക് വേണമെന്ന് എന്താണെന്ന് അറിയില്ല, എന്നാലും അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു എല്ലാം ഇഷ്ടമാണ് എന്നാ പറഞ്ഞ. കാരണം വേറെ ഒന്നല്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഇനി കുറ്റം പറഞ്ഞാൽ അത് കിട്ടാതെ ആയാലോ എന്നൊരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ്. എല്ലാം ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല നീ ഇന്നത് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ശരി, ഞാൻ കവിതകൾ അങ്ങനെ കുറച്ചൊക്കെ ഞാൻ എഴുതിയായിരുന്നു. പിന്നെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ സിനിമ ഒന്നും കാണാനൊന്നും ഇഷ്ടമല്ലെങ്കിലും എനിക്ക് പാട്ടുകൾ ഒരുവിധം എല്ലാ പാട്ടും കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്യാറില്ല. പാട്ട് കേൾക്കാറുമില്ല, എഴുതാറുമില്ല. ഇതാണ് എൻ്റെ ഹോബി ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം ഇല്ല. ഇത്രയൊക്കെ ആയ ശേഷം നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ. റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫിലിം സ്റ്റാറോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയെ പോലെ ആവണമെന്ന്. കാരണം വേറെ ഒന്നല്ല, എന്തൊരു കാര്യം വന്നാലും ആൾ സ്ട്രോങ് ആണ്. എന്തൊരു പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മ തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് അമ്മയെ പോലെ ഇഷ്ടമല്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അമ്മ സൈലൻ്റ് ആയിട്ടിരിക്കും. അമ്മ അങ്ങനെ റിയാക്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റാണ്. ചെറിയ എന്തൊരു കാര്യമായാലും ശരി ഞാൻ റിയാക്ട് ചെയ്യും. അതാണ് മാറ്റം. എന്നാലും പറയുകയാണെങ്കിൽ റോൾ മോഡൽ അമ്മ തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് കിച്ചുവിൻ്റെ ഒറിജിനൽ നെയിം എന്താന്ന്. കിച്ചുവിൻ്റെ ശരിക്കുള്ള പേര് ആദിശങ്കർ എന്നാണ്. നമ്മളെ വീട്ടിൽ അവനെ കിച്ചു എന്ന് വിളിക്കും. ശരിക്കുള്ള പേര് ആദിശങ്കർ എന്നാണ് കേട്ടോ. പിന്നെ വന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട്. വീട്ടിൽ ഇവിടെ അല്ല കേട്ടോ, നമ്മുടെ പാലക്കാട്. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, ചേച്ചിയുണ്ട്. ഞാനാണ് ഏറ്റവും ഇളയത്. ചേച്ചി മാരേജ് കഴിഞ്ഞു. ചേച്ചി കൊച്ചുണ്ട്, ഹസ്ബൻഡൊക്കെ ആയിട്ട് വേറെയാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ. ഞാനാണ് ഏറ്റവും ഇളയത് കേട്ടോ. ഇടയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്നെ കളിയാക്കിയതാണോ എന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. എങ്ങനെയാണ് ഇത്രയും സുന്ദരിയായിട്ടിരിക്കുന്നത്, സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഇതെന്നെ കളിയാക്കിയതാണെന്ന് അറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി കാര്യമൊന്നും പറയുന്നില്ല. എന്നാലും വലിയ രഹസ്യമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം തരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് വലിയ രഹസ്യമോ സൗന്ദര്യത്തിൻ്റെ സീക്രട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പറയുന്നത്
രഞ്ജിത്തേട്ടനിൽ ഏറ്റവും പോസിറ്റീവായി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആണ്. നമ്മളിപ്പോൾ എന്തൊരു ദേഷ്യം എത്ര ഭയങ്കര ദേഷ്യപ്പെട്ടാലും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആളുടെ പ്രശ്നം തീരും. വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നെങ്കിലും പക്ഷെ അത് ഉള്ളിലുള്ള കാര്യമല്ല. വിളിച്ച് പറഞ്ഞാൽ അപ്പം തീർന്നു. പിന്നെ നമ്മളൊന്ന് മുഖത്ത് പോയി ചിരിച്ചു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ എല്ലാവരും പറയുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും, എല്ലാം വിളിച്ചു പറയും. അതാണ് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് റിയാക്ട് ചെയ്യും. അതന്നെയാണ് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. അതന്നെയാട്ടോ എൻ്റെ നെഗറ്റീവ്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതന്നെയാട്ടോ. പിന്നെ പറഞ്ഞ ശ്രുതി ലവ് മാരേജ് ആയിരുന്നോ? ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ആരാണ് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അപ്പോൾ ലവ് മാരേജ് ആയിരുന്നു. പിന്നെ ആദ്യമായി കണ്ടുമുട്ടിയെന്ന് പറയാൻ ഇല്ല, നമ്മൾ റിലേറ്റീവ്സ് ആണ്, അതുകൊണ്ട് ആദ്യമായി കണ്ടുമുട്ടിയെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് അത് ഏട്ടൻ തന്നെയാണ്. ഓക്കെ. പിന്നെ എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എത്രാമത്തെ ഇയറാണ് കുറുമ്പനെ കിട്ടിയത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. കുറുമ്പനെ കിട്ടിയത് നമുക്ക് നമ്മളെ കല്യാണം കഴിഞ്ഞത് 2019 ഡിസംബറിലാണ്. കിച്ചു ജനിച്ചത് 2022 മാർച്ചിലാണ്. ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം ആകുമ്പോൾ ഇപ്പോൾ ഡിസംബർ 4 വന്ന് നമുക്ക് 5 വർഷം കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഇത്രയും ക്വസ്റ്റ്യൻസ് ആകെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ Q&A ആദ്യമായിട്ട് നമ്മളൊരു Q&A ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ക്ഷമിച്ച് കളയുക. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തും നമുക്ക് ഓരോ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ പ്ലാനിങ്ങും കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ